ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ജനനായകൻ വിജയാണ്ണൻ്റെ ലാസ്റ്റ് പടം ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പരാജയത്തിൻ്റെ രീതിയിലാണ് പടത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഈ ഒരു പടം ഏറെക്കുറെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എനിക്കും ഈ ഒരു പടം ഞാൻ റിവ്യൂ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും ആരോ റിവ്യൂവിന് കയറി റിപ്പോർട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് അറിയുന്നുണ്ട് വീഡിയോയുടെ ഇത് വെച്ചിട്ട്. അപ്പം ഈ ഒരു പടം ഏറെക്കുറെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കും ആ പടം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഞാൻ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെ കാരണമെന്ന് ഞാൻ ഒന്ന് പറയാം. പിന്നെ ജനനായകൻ ഇപ്പം പരാജയത്തിൻ്റെ രീതിയിലോട്ടാണ് ഇപ്പം അത് പടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ലാസ്റ്റ് വിജയണ്ണൻ്റെ വിജയ് എന്ന് പറഞ്ഞ ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു ബ്രാൻഡ് ആയിട്ടുള്ളൊരു ആക്ടറാണെന്ന് പറയാം. വിജയണ്ണൻ്റെ ഒരു ലാസ്റ്റ് പടം, ഒരു ഫെയർവെൽ പടം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്നെ അറിയാവുന്നവർക്കറിയാം. ഞാൻ ഒരു വിജയ് ഫാനാണെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം. പിന്നെ ലാലേട്ടൻ, ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടറെ ഞാൻ മോശമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമയിൽ മോശമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവേ പറ്റുള്ളൂ. അത് ഞാൻ രണ്ട് ആക്ടർമാരെ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഒന്ന് ലാലേട്ടനും ഒന്ന് വിജയ്. ഇവർ രണ്ടുപേരെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവരിൽ നിന്നും കിട്ടാത്ത പെർഫോമൻസ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് നെഗറ്റീവ് പറയത്തുള്ളൂ. അപ്പോൾ അതുപോലെയാണ് ഞാനിത് കാണുന്നത്. അല്ലാതെ ഞാനൊരു വിരോധം വെച്ച് പറഞ്ഞ റിവ്യൂ അല്ല ജനനായകൻ്റെ ഇത്. പക്ഷേ ഇപ്പം ഇത് ഞാൻ ചെറിയ സ്പോയിലർ ഞാൻ ഇതിനകത്തൂടെ പറയുന്നതായിരിക്കും. കാരണം ഈ ഒരു പടം ടോട്ടലി ഒരു അപരാധമാണ്. അതെന്തൊക്കെയാണ് ഈ പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടാഞ്ഞതും, പിന്നെ വിജയുടെ ഫെയർവെൽ പടം ഒരു റീമേക്ക് പടം ആവേണ്ട ആവശ്യമുണ്ടോ, ഇത്രയും കാര്യങ്ങളും ഞാൻ ഇതിനകത്തൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഒന്ന് അവസാനം വരെ ഒന്ന് കാണണം. എൻ്റെ ഈ ഒരു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം വിജയാണ്ണൻ്റെ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ മോശമായാലും അതിനകത്ത് സോങ്ങുകളെല്ലാം നല്ല കിടലിനായിരിക്കും. പക്ഷേ ഇപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം രണ്ടും കൊള്ളാത്ത രീതിയിലാണ് ഇപ്പം ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വിജയ് വെച്ച് ഇപ്പം ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വിജയ് സിനിമയ്ക്കകത്ത് സോങ്ങുകൾ കിടലിനായിരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ വിജയ് വെച്ച് രണ്ട് മ്യൂസിക് ഡയറക്ടർമാരെ ഇച്ചിരി നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഹാരിസ് ജയരാജും വിജയ് ആൻ്റണി. പിന്നെ മറ്റേ കുറേ പേര് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ചെയ്ത മ്യൂസിക്കാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടുള്ളത്. പിന്നെ വിജയാണ്ണൻ ഒരു വിജയ് മോഡൽ ഒരു സർക്കിൾ പുള്ളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം പുള്ളി ഒരു സർക്കിളിൽ നിന്നുള്ള രീതിയാണ് പുള്ളി ചെയ്യാറുള്ളത്. കാരണം ആ ഒരു ഓഡിയൻസ് വിജയ്ക്കുണ്ട്. അപ്പോൾ അത് ഏത് പൊട്ടപ്പടം എടുത്താലും ഒരു ഹിറ്റാവും എന്നല്ലെങ്കിൽ എബോ ആവറേജ് എന്നിട്ട് പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളൊരു രീതിയിൽ വിജയ് ഒരു കൂട്ടം പ്രേക്ഷകരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കളക്ഷൻ എന്തായാലും വിജയ് സിനിമയ്ക്ക് കിട്ടും. പക്ഷേ ഒരു ഫെയർവെൽ എന്നുള്ള രീതിയിൽ അതല്ല ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഞാൻ വിജയ് ഫാൻ ആണെങ്കിലും അതിൻ്റെ സിനിമയുടെ ക്വാളിറ്റിയാണ് ഞാൻ നോക്കുന്നത്. ക്വാളിറ്റി നോക്കിയിട്ട് എനിക്കൊരു റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ. അത് ഞാനാണെങ്കിൽ ഏത് സിനിമയായാലും എൻ്റെ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ടേ ഞാനൊരു സിനിമ നല്ലതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അത് ഇപ്പം ഒരു വിജയ് എന്ന് പറയുമ്പോൾ അത് നോൺ ഫാൻസുകാരെയും കൂടെ അക്സെപ്റ്റ് ആക്കണോ, ഇനി വിജയ് എന്നെ കാണാൻ പറ്റത്തില്ല, ഇയാൾ ഇത്രയും നല്ലോണം അഭിനയിക്കാൻ പറ്റുമോ, പോവല്ലേ സിനിമയിൽ തന്നെ നിൽക്കണം എന്ന് നമുക്ക് തോന്നണം. മനസ്സിൽ നിന്ന് തോന്നുന്ന രീതിയിൽ വേണം ഒരു ഫെയർവെൽ പടം എന്ന് പറയാം. എൻ്റെ ഫെയർവെൽ പടം ഇപ്പോഴും ലിയോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴാണ് ഒരു ഡയറക്ടറെ, ഒരു ആക്ടറെ കിട്ടുവാണെങ്കിൽ ആ ആക്ടറെ ഏതൊക്കെ രീതിയിൽ യൂസ് ആക്കാം എന്നും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ എൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ വിജയാണ് ഞാൻ നല്ല രീതിയിൽ യൂസ് ആക്കിയെന്നുള്ളത് ആ ഒരു 40% യൂസ് ആക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലോകേഷ് കനകരാജും AR മുരുകദാസുമാണ് ഒരു 40% യൂസ് ആക്കിയിട്ടുള്ളത്. വിജയിൽ നിന്ന് ഇഷ്ടം പോലെ ഇനി എടുക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ആക്ടറെ, ഇത്രയും വലിയൊരു ആക്ടറെ കിട്ടുമ്പോൾ ഒരു ഡയറക്ടർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റും, എന്തൊക്കെ പ്രേക്ഷകർക്ക് കൊടുക്കാം, അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ജനനായകൻ എടുത്ത് നോക്കുകയാണെങ്കിൽ യാതൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ മ്യൂസിക് അനിരുദ്ധ് എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ വിജയിൽ നിന്നുള്ള രീതി മാസമൊന്നും നമുക്ക് കിട്ടുന്നില്ല. അത് തന്നെ ഒരു നെഗറ്റീവ്. പിന്നെ ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു റീമേക്ക് സിനിമ, ഒരു ഫെയർവെൽ സിനിമ ഒരിക്കലും ഒരു റീമേക്ക് ആവണമെന്ന് ഞാൻ ആരും ഉദ്ദേശിക്കത്തില്ല. അപ്പോൾ അതാണ് അതും തെലുങ്കിൽ ഭഗവന്ത് കേസരി വേറെ ആരുടെയും കിട്ടിയില്ല. ബാലയ്യയുടെ സിനിമയാണ് ഇയാളെടുത്ത് റീമേക്ക് ആക്കുന്നത്. അത് തന്നെ അറിഞ്ഞപ്പോഴേ ആൾക്കാർ വെറുത്തതാണ്. ഇപ്പം ആൾക്കാർ പ്രേക്ഷകർ വെറുത്തതാണ്. പിന്നെ ഇത് ഒറ്റ രീതി കൊണ്ട് മാത്രമേ ഈ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത്. അത് വിജയാണെന്ന് ഇനി സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അത് ഇന്നും കൂടെ കഴിയുമ്പോൾ അതിൻ്റെ കാര്യം ഒരു തീരുമാനമാകും. അല്ലാതെ ഈ പടത്തിൽ എൻജോയ് ചെയ്യേണ്ട ഒന്നും നിങ്ങൾ പറയാൻ ഒരു നോൺ ഫാൻസുകാർ ഈ ഒരു പടം കണ്ടിട്ട് നല്ലെന്ന് പറയും. ഫാൻസുകാർക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് ഒരു ഫെയർവെൽ പടം വിജയുടെ വരണ്ടേ. തുടക്കം ഒരു ജയിൽ ഫൈറ്റ് കാണിക്കുന്നുണ്ട്. ആ ജയിൽ ഫൈറ്റ് തന്നെ എടുത്തു വെച്ചേക്കുന്നത് വിജയെ ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അതിനകത്ത് ആക്ഷൻ തന്നെ എടുത്തു വെച്ചേക്കുന്നത്. വിജയൊക്കെ ഏത് രീതിയിലൊക്കെ ആക്ഷൻ ചെയ്യുന്നതെന്നറിയോ? എൻ്റെ ഇപ്പോഴും ഇഷ്ടപ്പെട്ട ആക്ഷൻ എന്ന് പറഞ്ഞാൽ ലിയോയ്ക്കകത്ത ഫൈറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ മാർക്കറ്റ് ഫൈറ്റ് അതിൻ്റെ മേളിൽ ഒരു ഫൈറ്റും വിജയുടെ കരിയറിൽ വന്നിട്ടില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലിയോയും ഇഷ്ടമാണ്. മാസ്റ്ററിൻ്റെ ഫസ്റ്റ് ഹാഫിനകത്ത് JD, പിന്നെ ഷാജഹാൻ, ഈ 3 ക്യാരക്ടറാണ് എനിക്ക് കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു ആക്ടറെ കിട്ടുമ്പം
ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് നോക്കണം. പിന്നെ ഇതിനകത്ത് എടുത്തു വെച്ചേക്കുന്ന ഞാൻ പറഞ്ഞ റൂട്ട് തന്നെ ഇതിനകത്ത് വിജയെ നല്ല രീതിയിൽ യൂസ് ആക്കിയിട്ടില്ല. പിന്നെ വിജയ് ഇതിനകത്ത് ഒരു 1 man ഷോ പരിപാടിയാണ് കാണിക്കുന്നത്. കാരണം ഇതിനകത്ത് ഓരോ രീതിയിലും പുള്ളി ഇതിനകത്ത് പോലീസായിട്ട് വരുന്നുണ്ട്, നാട്ടിൻപുറത്ത് ലുക്കി വരുന്നുണ്ട്, പിന്നെ ഒരു ഫാമിലി ഒരാളെ മമിത ബൈജുവിനെ എടുത്ത് വളർത്തുന്നൊക്കെയുള്ള രീതിയിലാണ് അത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പല മേഖലയിൽ പിന്നെ രാഷ്ട്രീയം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല പല മേഖലയിൽ ഇയാളെ കാണിക്കുന്നുണ്ട്. ഈ പല പല മേഖലയിൽ പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയം തന്നെ. അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരോട് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊല ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പണ്ട് തൊട്ട് എല്ലാവരെയും കണ്ടു മടുത്തിട്ടുള്ളത്. അതായത് അതിനകത്ത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്ന് കൊച്ചു പിള്ളേരുടെ അടുത്ത് ആരെങ്കിലും ചെസ്റ്റിൽ എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരുടെ പെൺപിള്ളേരുടെ ചെസ്റ്റിൽ പിടിച്ചാൽ അത് അവൻ്റെ പേരൻസിൻ്റെ അടുത്ത് പോയി പറയണം. പിന്നെ ബാക്കിൽ പിടിച്ചാൽ പേരൻസിൻ്റെ അടുത്ത് പോയി പറയണം. നമ്മുടെ നമ്മുടെ സെൻട്രൽ ഭാഗത്ത് പിടിച്ചാൽ പിന്നെ ഇവരുടെ അടുത്ത് പോയി പറയണം. ഇത്രയും കാര്യങ്ങൾ പറയുന്ന ഇത് ആർക്കും അറിയാൻ വയ്യാത്ത കാര്യമാണ്. ഇതിനു വേണ്ടി വളച്ചൊടിക്കാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് സ്റ്റോറി വേറെയും അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി പറയുന്നുണ്ട്. ഈ LKG പിള്ളേരുടെ തൊട്ട് ആർമി ഓഫീസിൽ പോയി ചേർക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അത് ചേർക്കാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ അതിനകത്ത് പാട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട്. പാട്ട് പ്ലേസ് ചെയ്തേക്കുന്ന പറഞ്ഞാൽ മമിത ബൈജുവിന് ആർമി ഓഫീസറായിട്ട് കണ്ട് ഏതോ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യുന്നതിനാണ് ആ ഒരു പാട്ട്. ഈ ഒരു പരീക്ഷ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം സിവിൽ UPSCയുടെ എക്സാം, ഇപ്പം SIയുടെ ഒക്കെ എക്സാം ഉണ്ടല്ലോ, PSCയുടെ, ഇതൊക്കെ ഏത് ഡിഗ്രി ഉള്ളവർക്കും ഏത് മണ്ടന്മാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോങ്ങിൻ്റെ കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ജോലിയിലോട്ട് എത്തണമെങ്കിൽ എത്ര കടമ്പ കിടക്കണം. അത് കഴിഞ്ഞ് എക്സാം ഉണ്ട്, ഫിസിക്കൽ എക്സാം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ ആ ഒരു ജോലി കിട്ടത്തുള്ളൂ. ഇത് അപ്ലൈ ചെയ്തപ്പോഴേ ഇത് ജോലി കിട്ടി എന്തോ ആഘോഷത്തിൻ്റെ കൂട്ടാണ് അത് കാണിക്കുന്നത്. അത് തന്നെ ഒരു മണ്ടത്തരമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഈ റോബോട്ടിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ആവശ്യമില്ലാത്ത കുറേ ആക്ടർമാരെ എടുത്തിട്ടുണ്ട്. ബോബി ഡിയോളിൻ്റെ വില്ലൻ ക്യാരക്ടർ. പിന്നെ അതിനകത്ത് VFX എടുത്ത് പറയേണ്ട VFX ഒക്കെ ബോർ VFX ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. അതിനെക്കാട്ടിൽ നല്ലോണം കൊച്ചു പിള്ളേർ ഇവിടെ VFX ചെയ്യും. ഒരു നല്ല AI വെച്ചിട്ട് ഇപ്പം ചെയ്യുന്ന ലോക്കലിനെക്കാട്ടിലും ലോക്കലായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ആക്ഷൻ കൊറിയോഗ്രാഫർ എല്ലാം ഒരു ഫൈറ്റ് പോലും വിജയ് നല്ല രീതിയിൽ യൂസ് ആക്കിയിട്ടില്ല. പിന്നെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ അല്ല, ഏറ്റവും കൂടുതൽ ചോര കാണിക്കുമ്പോൾ കിട്ടുന്നതാണ് കൊടുക്കുന്നത്. അതെന്ന് പറയുമ്പം ചോരയൊക്കെ നല്ല രീതിയിൽ കാണിക്കണം, വെട്ടി മുറിക്കുന്നതും ഒക്കെ നല്ല രീതിയിൽ കാണിക്കണം. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ആ രക്തത്തിൻ്റെ കളർ തന്നെ ഏതോ ഒരു അച്ചാറിൻ്റെ കളറിൻ്റെ കൂട്ടാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഫഗവന്ത് കേസരി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഫഗവന്ത് കേസരി തന്നെയാണ് ഈ ജനനായകനെ എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്കി പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കുറച്ചൊക്കെ രാഷ്ട്രീയവും ഏത് പോലീസുകാരനെയാണ് ഇതുപോലെ രാഷ്ട്രീയക്കാരുടെ റൂട്ട് ഇറങ്ങി ജനങ്ങളെല്ലാം കൂടി എടുത്തിറക്കുന്നത് ഏതെങ്കിലും ഒരു പോലീസുകാരനെ പറ. വെറുതെ എന്തൊക്കെയോ വിട്ടിത്തരം കാണിച്ചു വെച്ചു. ഈ വിട്ടി സിനിമ കാണാൻ പോകുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ, ഒറ്റ ഒരു ഉദ്ദേശമേ ഉള്ളൂ. അത് വിജയ് ഇനി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമല്ല ഇന്നത്തെ കഥയോ ഇതുകൊണ്ടൊന്നുമല്ല. H വിനോദ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പടമൊന്നും ആയിരിക്കില്ലേ വിജയ്ക്ക് കൊടുക്കട്ടെ. പിന്നെ വിജയുടെ അതിലും കുറ്റമുണ്ട്. H വിനോദ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വിജയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഫഗവന്ത് കേസരി, അതുകൊണ്ടാണ് ഈ ഒരു പടം റീമേക്ക് ചെയ്യുന്നത്. അപ്പോൾ വിജയുടെ ഒരു ബോധം എന്തുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് മമിത ബൈജുവിൻ്റെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോകുന്നത്. അത് ബാലയ്യയുടെ സിനിമ. അപ്പം ഈ മമിത ബൈജുവിനകത്ത് പ്രാന്തുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് പ്രാന്താണെന്ന് ബാലയ്യൊക്കെ സിനിമ കാണാൻ പോകണമെങ്കിൽ അതിൻ്റെ തലയ്ക്ക് ഓളം ഇല്ലയോന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിഡിത്തരമാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ എടുത്ത് ഈ കേരളത്തിലുള്ളവരെ തമിഴ്നാട്ടിൽ എന്താ കാണിക്കലും ഇപ്പോൾ അവരുടെ ചീഫ് മിനിസ്റ്ററുടെ സിനിമയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ എന്തുകൊണ്ടും കാണിക്കായിരിക്കും. പക്ഷേ ഒരു നോൺ ഫാൻസുകാരെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതിപ്പം ഞാൻ അവസാനം കണ്ടത് ലിയോ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ആൾക്കാർ ഇച്ചിരി പോസിറ്റീവ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഗോട്ടൂസിൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നൊരു സിനിമയും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഒരു ഫെയർവെൽ പടം ഒരു ആരാണ്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പടം എടുത്ത് ഇമിറ്റേറ്റ് ചെയ്ത് കളയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പുതിയൊരു സ്ട്രോങ് ഞാൻ വെങ്കറ്റ് പ്രഭുവായിട്ടൊരു പടം ഞാൻ ആഗ്രഹിച്ചിരുന്നു, വെട്രിമാരനുമായിട്ടൊരു പടം ആഗ്രഹിച്ചിരുന്നു, പിന്നെ ലിയോ 2 ആഗ്രഹിച്ചിരുന്നു. ഇതിലേതെങ്കിലും ഒരു പടം ചെയ്തായിരുന്നെങ്കിലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അല്ലാതെ ഇത് വെറും നിരാശയാണ്. സത്യം പറഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടറെ നിന്നും കിട്ടേണ്ട ഒന്നും ഈ ഒരു ജനനായകനോടെ കിട്ടിയിട്ടില്ല. ലാസ്റ്റ് പടമായി പോയി. ടോട്ടലി നിരാശ തന്നെ. അതിൻ്റെ ആ നിരാശ തന്നെയാണ് ഞാൻ റിവ്യൂലും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ ഒരു പടം ആക്ഷേപിച്ച് ആരെയും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടോട്ടലി ഒരു ദുരന്തം സിനിമയായിട്ടാണ് എനിക്ക് ജനനായകൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.